ഞങ്ങളിന്ന് ഇവിടെ ഒരു ബാപ്റ്റിസത്തിന് വന്നിരിക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ കൂട്ടുകാരനാണ്. പുള്ളി ഇപ്പൊ പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ചാനലിന്റെ പേരെന്താ? സിനി ആൽക്കമിസ്റ്റ്. എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ്. നമ്മള് ഫസ്റ്റ് വീഡിയോയിൽ ഞാനും ഉണ്ട്, ഫസ്റ്റ് 2 വീഡിയോയിൽ ഞാനുണ്ട്. പിന്നെ അതിന്റെ ഒരു ലിങ്കും ഫസ്റ്റ് വീഡിയോയുടെ ഇതൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും അത് കൊടുക്കാം. ഇതാണ് വലിയ വേളി സെന്റ് തോമസ് ചർച്ച്. ഇവിടെ വെച്ചിട്ടായിരുന്നു ബാപ്റ്റിസം നടന്നത്. ഇപ്പൊ ബാപ്റ്റിസവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ പള്ളിയുടെ കൂട്ടൊന്ന് കയറി നോക്കാം. അകത്ത് കയറിയ എന്താ അവനെന്തോ ഫോട്ടോ എന്തോ എടുക്കണോ? വലിയ പള്ളി കണ്ടിട്ടില്ല. അടുത്തൊക്കെ നിൽക്കുന്ന സൂചനാണ്. ഇതിനെ സുജന് കൊടുക്കാൻ പോവുകയാണ് ഗായ്സ്. നടന്നു വരികയാണ് പള്ളിക്കകത്തുനിന്ന്. ഇത് കണ്ടോ, ഡ്രഗ് റീഹാബിലിറ്റേഷൻ എഡ്യൂക്കേഷൻ ആൻഡ് മെന്റർ. സുജന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവനാണ് തള്ളി കളഞ്ഞിരിക്കുന്നത്. ബുക്കെടുത്ത് വലിച്ചെവിടെ. ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ സുജൻ. നമ്മളെല്ലാരും ചോദിക്കത്തില്ലേ, ഇപ്പം മറ്റേ ഇൻസ്റ്റയില് റീലൊക്കെ വരുമല്ലോ, 10 വർഷം ഫ്രണ്ട്സ് ആയിട്ടിരുന്ന ആൾക്കാരുണ്ടോ? 12 വർഷമുണ്ടോ? നമ്മൾ 20 വർഷമായിട്ട് ഫ്രണ്ട്സ് ആണ്. 20 വർഷമായി കാണും. 20 years. 25 വയസ്സെന്ന് പറയത്തേ ഉള്ളു. പക്ഷെ ഇവന് 25 ആയില്ല. പറച്ചില് മാത്രം 25 ഉള്ളു. കാണിക്കുന്നതെല്ലാം മറ്റേ ഡൊപ്പ പയ്യന്മാരെ കണക്ക്. ചൂട് പറ്റത്തില്ല. കണ്ടോ ഗൈസ്, ഇവൻ കാണിക്കുന്ന കണ്ടോ? ഇപ്പൊ മറ്റേ കൊച്ചു കുട്ടികളെ കണക്ക് സ്ലൈഡ് ചെയ്തൊക്കെയാണ് ഇറങ്ങുന്നത്. ഇവനെ സൂം ചെയ്തെട് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കാണാതെ പോയ മാവേലി. അവന്റെ മുഖം കാണിച്ചെടു. എല്ലാവർക്കും നമ്മളെ അലനെ അറിയായിരിക്കും. അതെന്റെ അനിയനാണ്. അവരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വീഡിയോയില് പിസാട്ടി നിൽക്കുന്ന ആ പയ്യൻ ഇതാണ്. അപ്പൊ നീ നിന്നെ പറ്റി പറഞ്ഞു. നീ നിന്നെ പറ്റി പറഞ്ഞു. അലൻ കുറച്ച് ഷൈ ആണ്. പക്ഷെ അന്നത്തെ വീഡിയോയിൽ എല്ലാരും കണ്ടു അവൻ കട്ടക്കുന്ന അനുസരിച്ച്. പക്ഷെ ഇപ്പൊ അവൻ ഷൈ ആയിട്ടിരിക്കുകയാണ്. കണ്ടിട്ടുള്ള ഷൈ ആണ്. ഗോഡ് ഫാദർ ആരെന്ന് പരിചയപ്പെടാം. വേണം ഗോഡ് ഫാദർ. ഇവനാണ് ഗോഡ് ഫാദർ. ഇവൻ അവനേക്കാളും വലിയ ഷൈ ആണ് ഇവൻ. നോഫി നല്ല വീഡിയോഗ്രാഫറാണ്. നോഫിന്റെ എഫേർട്ട് നമ്മൾ സമ്മതിക്കണം. നോഫി മൂന്നാക്കിലൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ഐസ്ക്രീമാണ്. നമ്മുടെ സുജയ് കടല് കാണിച്ചു തരാന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് വന്നതാണ്. കടല് കാണിച്ചു തരാന്ന് പറഞ്ഞു. നോക്കിയോ ഒരു രക്ഷയില്ലാത്ത വെയില്, കാറ്റില്ലെന്ന്. അവനവിടെ ഒരു രക്ഷയില്ലാത്ത യാസിക്കാത്തിരുന്നു. വെയില് കാണിച്ചു കൊടുക്കും നോഫി. എന്നിട്ട് കടന്ന് വളർന്നവൻ കടല് കണ്ടിട്ടില്ല. അപ്പൊ നീ ഇനി ശംഖുമുഖത്ത് വർക്കലയിലെ പോകാൻ വേണ്ടി പാടും. അത് ശംഖുമുഖത്ത് പോകണം നമുക്ക്. അതിന് വേണ്ടിട്ടല്ലോ കടല് കാണാൻ. ഇത് വലിയ വെളി വന്നിട്ട് ശംഖുമുഖം വർക്കലയും കമ്പയർ ചെയ്താ കടല് കാണാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു 10 അടി നടന്നതിനെ കടലെത്തി. അവരിനി കടല് കാണാൻ കൊണ്ടുപോകാം. ബീച്ചിൽ പോകും. ഇവിടെ വേറെ എന്തെങ്കിലും ശംഖുമുഖം പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നമ്മള് വർക്കലയും ഈ ശംഖുത്തൊക്കെ പോണ എന്തിനാണ്? ആ ഒരു വൈബ് എടുക്കാനായിട്ട്, അല്ലാതെ കടല് കാണാനല്ല. അവനെ വല്ല അറിയാവോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയ നേരെ കോളേജിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീട്, പിന്നെ വേളിമല. നമുക്കിനി കുറച്ച് നമുക്ക് നോഫിന്റെ ചാനലിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഒരു ഇൻട്രോ ഉണ്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി ഞാൻ പറയാം. ആ ചാനലിൽ നമ്മൾ ഇടാനിരിക്കുന്നതെന്ന് വെച്ചാൽ മൂവീസ്, ആനിമീസ്, സോങ്സ്, പിന്നെ അതേപോലെ തന്നെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ വരുന്നതാണ്. അതേപോലെ തന്നെ പിന്നെ നമ്മൾ വേറെന്തോ കൂടി ഇത് വെച്ചിരുന്ന പാട്ടിനെയൊക്കെ പറ്റിയുള്ള
നല്ല നല്ല പാട്ടുണ്ടെങ്കിൽ നമ്മള് അത് കേട്ടിട്ട് നല്ല പാട്ടാണെന്നുള്ള അഭിപ്രായം പറയുന്നത്. അതൊക്കെ പറയുന്നതാണ്. പിന്നെ ഡ്രാമ, ഇപ്പം തന്നെ കുറെ ഡ്രാമ ഒക്കെ ഇറങ്ങുന്നുണ്ട്, അതിനെ പറ്റിയൊക്കെ പറയുന്നു. ഡ്രാമ കൊറിയൻ ഡ്രാമ അല്ല, നമ്മള് മറ്റേ ഇംഗ്ലീഷ് കുറെ ഉണ്ടല്ലോ, നമ്മുടെ വൈക്കിങ്സ് അതേപോലെയൊക്കെ കണക്കത്തെ ഡ്രാമ സീരീസ് ഒക്കെ ഇതാക്കുന്നതാണ്. പിന്നെ അറിയാലോ, അല്ല ഞാൻ പെട്ടെന്ന് കിട്ടിയില്ല സീരീസ് ആണെന്ന്. അപ്പൊ ഇതാ ഞങ്ങളുടെ കുറച്ച് ബോയ്സ് ഒക്കെ വന്നിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോസ്, നമ്മളെ ഒരു യൂട്യൂബ് ചാനൽ എടുക്കുന്ന വീഡിയോ ആണ്. നമ്മളെ ഈ സിനിമയൊക്കെ ഒരു ഹൈ പറഞ്ഞല്ലേ. അതായത് ഇവിടെ നിങ്ങളെ വീട് ഇവിടെ തന്നെയല്ലേ? വലിയ വീടുകള്, എല്ലാരും വലിയ വീട്. എത്ര ക്ലാസ്സിൽ കൂടി എല്ലാരും വീട്ടില്? ഓരോ സൈസ് ഹൈറ്റ്, ഓരോ സൈസ്. പോവാന്ന് എന്റെ ചാനൽ എന്ന് പറയാൻ സാധാ കാഷ്വൽ ആയിട്ട് വ്ളോഗ് ഇടൂലേ, ഇവന്റെ ചാനൽ മൂവീസ്, ഡ്രാമാസ്, സോങ്സ് അതെല്ലാം ഞങ്ങൾക്ക് അറിയാൻ പറ്റും. പുതിയ സിനിമയൊക്കെ ഇറങ്ങൂലേ, അതൊക്കെ പറഞ്ഞു തരും. ബോറടിക്കും, അതൊക്കെ ശരിയല്ലോ. ശരി, അപ്പൊ അത് പരിപാടി എന്തായിരുന്നു ഇവിടെ? ഓ, എന്തോ കഴിക്കാൻ തരുന്നു? അപ്പൊ നമുക്ക് കഴിക്കാൻ പോവാം. കഴിക്കാൻ പോയിട്ട് ബാക്കി പരിപാടിയൊക്കെ നോക്കുന്നതായിരിക്കും നല്ലത്. നല്ല വിശക്കുന്നുണ്ട്. ഇനിയും കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കടുക്കും. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങാം. നീ വീട്ടിൽ പോയിട്ട് കിടന്ന് ഉറങ്ങേണ്ടി വരുമെന്ന് തോന്നുന്നു. നല്ല ക്ഷീണമുണ്ട്, നല്ല ഹെവി ഫുഡായിരുന്നു. അപ്പൊ എന്നാലും നമുക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.